പ്രേക്ഷകർ ദയവായി ശ്രദ്ധിക്കുക. ആലപ്പുഴയിൽ നിന്നും വാരാണസി വരെ സോളോ ബാക്ക് പാക്കിംഗ് ട്രിപ്പ് സീരീസിന്റെ 5ാമത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഇപ്പോഴെത്തിയിരിക്കുന്നു നാഗ്പൂർ. ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നാഗ്പൂരിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ മുംബൈ, പൂനെ കഴിഞ്ഞാൽ 3ാമത്തെ ഏറ്റവും വലിയ നഗരമാണ് നാഗ്പൂർ. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ വിന്റർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നാഗ്പൂരാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര വിധാൻസഭയുടെ വിന്റർ സെഷൻ നടക്കുന്നത് നാഗ്പൂരിൽ വെച്ചാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നു. കാരണം ഇന്ത്യയുടെ കേന്ദ്ര ഭാഗം ആയി കണക്കാക്കപ്പെടുന്ന 0 മൈൽ സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ്. ആ ഒരു ഭാഗത്തേക്കൊരു ചെറിയൊരു കൽത്തിട്ടയുണ്ട്. അവിടെ കയറി നിന്ന് നമുക്ക് പറയാം നമ്മൾ ഇന്ത്യയുടെ സെൻട്രൽ പോയിന്റിലേക്കാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഒരു മെട്രോ നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കയറേണ്ട ഒന്നാണല്ലോ മെട്രോയില്. ഞങ്ങൾ വന്ന സമയത്തിൻ്റെ ഗുണം കൊണ്ടായിരിക്കണം വേറെ ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് മെട്രോയിൽ കയറാനായിട്ട് സ്റ്റേഷനിലില്ല കേട്ടോ. ബി.ആർ. അംബേദ്കർ ജനിച്ചത് ഹിന്ദു കുടുംബത്തിലാണെങ്കിലും അദ്ദേഹം പിന്നീട് ബുദ്ധമതം സ്വീകരിച്ചു. ആ ബുദ്ധമതം സ്വീകരിച്ച സ്ഥലമാണ് ഈ ദീക്ഷാഭൂമി എന്നറിയപ്പെടുന്നത്. 1956 കുശിനഗറിൽ നിന്നും വന്ന ബുദ്ധ സന്യാസിയിൽ നിന്നുമാണ് ദീക്ഷ സ്വീകരിക്കുന്നത്. ഇവിടെ സന്ദർശന ഫീസൊന്നുമില്ല, നേരെ കയറി വരാം. പിന്നെ ചെരുപ്പും ഷൂ മുതലായവ നമ്മൾ ഫ്രണ്ടിൽ പുറത്തേക്ക് വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഷൂ റാക്കൊന്നുമില്ല. അതേപോലെ ബാഗുകൾ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല. ഇത് ഒരു ബുദ്ധിസ്റ്റ് തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സിംഗപ്പൂർ, മ്യാൻമാർ, തായ്ലാൻഡ് മുതലായ നാടുകളിൽ നിന്നും വിദേശികൾ കുറേയൊക്കെ ഇവിടെ സന്ദർശിക്കാറുണ്ട് എന്ന് മനസ്സിലായി.
അങ്ങനെ ബുദ്ധനെയും അംബേദ്കറെയും അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകേണ്ട സമയമായി. ഇനി ഈ ഭാഗങ്ങളിൽ ലോക്കൽ ബസ് ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നത് ഷെയർ ഓട്ടോ ആണ്, ഇതേപോലത്തെ ഇലക്ട്രിക് ഓട്ടോ. അപ്പോൾ ഇത് നമ്മൾ സിംഗിളായിട്ട് റിസർവ്ഡ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10-200 രൂപ മേടിക്കും. അല്ലാതെ പോകുന്നതിന് 10 രൂപ അല്ലെങ്കിൽ 15 രൂപ അല്ലെങ്കിൽ 20 രൂപ ആ റേഞ്ചിലേ ഉള്ളൂ എല്ലായിടത്തും പോകാനായിട്ട്. ഇപ്പോൾ റിസർവ് അല്ല ഷെയറിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളി എല്ലായിടത്തും നിർത്തി എല്ലാവരോടും ചോദിച്ചായിരിക്കും പോകുന്നത്. നമ്മൾ നാഗ്പൂരിനോട് വിട പറയാനായിട്ടുള്ള സമയമായി. അപ്പോൾ ഇനി നാളെ ഒരു ഗംഭീര വീഡിയോ ആയിരിക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ ജയപ്രകാശ് സൈനിങ് ഓഫ്. താങ്ക് യു.